ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ 4:30 എഴുന്നേറ്റു. ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 3-4 വീട്ടിലായി മതി. പിന്നെ നീരാവി കൊണ്ടുള്ള വെള്ളം തിളപ്പിച്ചു. ഇനി പൂരി ചുടണം. മെഷീനിൽ തുണി കഴുകാനിട്ടു. നീരുട്ടിയുണ്ടോ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നേക്കുക. എന്നൊക്കെയായി അമ്മ രാവിലെ ചെയ്യുന്നേ, കിടന്നുറങ്ങാതെ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. വന്നീലോ. ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേക്കും എൻ്റെ മോളും പൂരിയും കറി എടുത്ത് കഴിക്കുക. സാറിന് അമ്മയല്ലേ വാരി കൊടുക്കണ്ട, അവൾ എനിക്ക് വാരി തരുമോ? കുഞ്ഞ് കഴിക്കുക. നമ്മുടെ നീലൂട്ടി ഇതുകൊണ്ട് പോയി കാക്കേനെ പിടിക്കാൻ. നമ്മൾ കഴിക്കുകയോ? സമയമുണ്ട്. എല്ലാ കുട്ടികളും വരുന്നതേ ഉണ്ടാവുള്ളൂ. 7:40 കണ്ട വണ്ടി എടുക്കുക. ഫുഡ് ഇത് കഴിച്ചിട്ട് എന്നിട്ട് പോയാൽ മതി. അങ്ങനെ അമ്മ മുടി കെട്ടി താഴെ ഇറങ്ങിക്കോ, എനിക്ക് എത്തില്ല. അതാ ഞാൻ ചോദിച്ചേ, താഴെ ഇറങ്ങാൻ നോക്കുന്നു. പാസ്സായി പുള്ളിക്കാരി കാക്കയുടെ പിടിക്കാൻ നോക്കുന്നു. ഇപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ എത്തിയതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. നീലോത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. 2 കാക്കകളുണ്ട്. നീലോത്തി, നീലുവേ മുടി ചെയ്യുവാണ് അമ്മേ. നോക്കൂ, എല്ലാവരും രാവിലെ എണീച്ചോ? രാവിലെ കാപ്പി കുടിച്ചോ? കുട്ടികളെല്ലാം സ്കൂളിൽ പോയോ? താഴെ നേരൊക്കെയാണ്. ആക്കും കാണാട്ടോ. നീലു, നീലൂട്ടി കാക്കയെ നോക്കുന്നുണ്ട്. കാക്ക നീലൂട്ടി നോക്കുന്നുണ്ട്. എന്തായാലേ പൂച്ചയെല്ലാം കാര്യങ്ങൾ കാക്കയെ പിടിക്കാനും പറ്റത്തില്ല. ഇവിടെ കെട്ടുവാണ് പുള്ളിക്കാക്കി. എങ്ങനെ പിടിക്കാനോ എന്താ പരി സൂട്ടുകളെ. എന്നെ ഇഷ്ടപ്പെട്ട സൂട്ടുകളെല്ലാം രാവിലെ ചായ കുടിച്ചു. ഞാൻ കാക്ക ഇങ്ങനെ നോക്കിയിട്ട് കുറേ നേരം പിടിക്കാൻ നോക്കിയിട്ട് കിട്ടണ്ടേ. അമ്മൻ്റെ മുടി കെട്ടി സുന്ദരിയില്ല. ഞാൻ ഇറങ്ങുവാണേ. ദേവൂട്ടി ഇങ്ങനെ ഇറങ്ങുവാണ്. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. ഞാൻ ആക്കിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ സ്കൂളെത്തി. ബസ്സൊന്നും വന്നില്ല, കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. അങ്ങനെ ഇതുകൊണ്ട് ബസ് കയറി. 3 സീറ്റില്ല നോക്ക്. 3 സീറ്റിലുണ്ടോ? അത് 3 അല്ല, 2 സീറ്റല്ലേ. അപ്പം ഇങ്ങനെ നടക്കുക. എൻ്റെ കുഞ്ഞിനെ, അയ്യോ എൻ്റെ കുഞ്ഞിനെ കാണായിട്ട് എനിക്ക് എത്താറായി ബസ്. അപ്പം ഞാൻ ഈ വഴി ഇങ്ങനെ അങ്ങ് ഷോർട്ട് കട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലായിടത്തും എല്ലാവരും ഉറങ്ങി. ബസ്സിൽ നിന്ന് വെള്ളം കിട്ടിയില്ല, പറഞ്ഞുകൂടായിരുന്നോ? സീറ്റ്. ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാ 2 സീറ്റിലാണ് ഇരുന്നത്?
ദേവദുർഗ ബൈബിള് മറ്റോള് പിന്നെ രണ്ടുപേരും സീറ്റിന്ന് അശ്വിൻ അവന്മാരെല്ലാം എവിടെയോ പോയിരുന്നു കൊല്ലാണ്ട് കയറി രണ്ട് പാട്ടുണ്ടായിരുന്നു അടിച്ച് ഡാൻസ് കണ്ടിരിക്കുന്നു. എൻ്റെ പൊന്ന മക്കളെ അതുകൊണ്ട് വീടെത്തി കയറി പോകുന്നു. ആ എന്താ പിന്നെ എന്തിനു തന്നു വിട്ടതാ? ബാങ്കിൻ്റെ ഫസ്റ്റിലെ ചെറിയ കള്ളിയിൽ വിളിച്ചു നോക്കിക്കേ. അയ്യോ എൻ്റെ അമ്മേ, ഇത് കണ്ടോ കാല് നീര്? ദേവുവേ ഞാൻ വെച്ച് എന്ത് വെച്ച്? മൂന്ന് സ്വിമ്മിംഗ് പൂളുണ്ട്. ഒന്ന് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ നിന്നത്തെ കപ്പില് ഒഴിച്ചിട്ട് ഒഴുകി വെക്കുന്നില്ലേ, അതില് കയറി ഞാൻ മറ്റേ സാധനം ഒഴുകി വന്നേ. അത് മൂടിയിട്ടല്ല, ഓപ്പം നല്ലതാ. കേറിയില്ലല്ലോ. പേടി. അയ്യോ പേടി അടിച്ചു വെച്ചതല്ല, അത് ഫുള്ള് ഓപ്പൺ ഉള്ള സാധനം. എന്റെ ദൈവം, അതൊറ്റങ്ങ് തെറിച്ചങ്ങ് വീഴൂ. ഇല്ല, ഞാൻ പയ്യെ പോയി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചെല്ലാം ചെയ്തു. അല്ല കുളിച്ച് ഇറങ്ങി വരുമ്പേ ടീച്ചർ മാഷിമാരെല്ലാം പറയണേ, നിങ്ങളല്ല വൃത്തിക്കല്ല എല്ലാരും സ്വിമ്മിംഗ് കുളിക്കലോട്ടോ, താമസിക്കായിരുന്നു. സത്യം എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വേറെ ഷവറിന്റെ ചോട്ടൊന്ന് കുളിച്ചായിരുന്നോ? എന്നാ പോയി കുളിച്ച കുഞ്ഞ്, കുളിക്ക്. അയ്യേ, എത്ര പേര് കുളിക്കുന്ന വെള്ളം അത്. ഇവിടുന്ന് കുളിച്ചിട്ട് ബാക്കി വന്ന വിശേഷം പറയാം. ദൈവം വന്നിട്ട് അടുത്തോട്ട് പോകുന്നേ ഇല്ല. നീ എവിടെയായിരുന്നടി ഇത്രയും സമയം? എനിക്ക് നിന്റെ സിപ്പപ്പും വേണ്ട, ഒന്നും വേണ്ട. പോ കടക്കാൻ തന്നിട്ടോ ആണ്. നാഗവല്ലി വരുന്നത് പറ്റിച്ചോടി നീ. അയ്യോ, അമ്മനെ നല്ല പോലെ നോക്കി. എന്റെ പുറകെ തന്നെയായിരുന്നു എന്റെ കുഞ്ഞ്. ചോടാ അയ്യോടാ, പിന്നെ കുളിച്ചിട്ട് വാ. ചെല്ല പിന്നെ മണത്ത് നോക്കുന്നേ. സന്തോഷം, ചേച്ചി വന്ന സന്തോഷം. അനുമോള് പോയി കുളിച്ചിട്ട് വാ.